ലീഡർഷിപ്പ് തിങ്കിങ് ഒരു മാനേജർ ലെവലിൽ നിന്ന് ലീഡറിലേക്ക് ഉയരുമ്പോൾ അയാൾക്ക് ഉണ്ടാവേണ്ട ചില ക്വാളിറ്റികളെ കുറിച്ചാണ് എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയർ കോമറിക് പാർട്ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഡർഷിപ്പ് തിങ്കിങ് എന്താണ് ലീഡർഷിപ്പ് തിങ്കിങ്? നമ്മളൊരു മാനേജർ പോസ്റ്റിൽ നിന്നും ഒരു ലീഡർ പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട, നമ്മൾ സ്വായത്തമാക്കിയെടുക്കേണ്ട ചില ക്വാളിറ്റീസ്. സാധാരണ ഇതിൽ മാനേജർ ലെവലിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുക ഒരു ഷോർട്ട് ടൈം ഗോളാണ്. ഒരു ചെറിയ ടാർഗറ്റ് ഉണ്ടാവും, മന്ത്ലി ടാർഗറ്റോ സെയിൽസിലാണെങ്കിലും മന്ത്ലി ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ ഒരു ലീഡറായി കഴിയുമ്പോൾ അതിനൊരു വിഷൻ ഉണ്ടായിരിക്കും, ഒരു ലോങ് ടൈം ഗോളും ലോങ് ടൈം വിഷൻ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നമ്മളെ മൈൻഡ് സെറ്റും നമ്മുടെ തിങ്കിങ്ങും ഒക്കെ മാറേണ്ടത്. അതെങ്ങനെ മാറ്റിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. കാരണം നമ്മൾ മാനേജർ ആയിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ഗോൾ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ തിങ്കിങ്ങും ആ ലെവലായിരിക്കും ഉണ്ടായിരിക്കുക. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബിഗ് തിങ്കിങ് ആണ്. ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ആ ബിഗ് തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ് റെഗുലറായി നടക്കണം. നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ചിന്തകളും കാര്യങ്ങളൊക്കെ തകർത്ത് പൊട്ടിച്ചു മാറ്റി അതിനെ പുതിയ തലത്തിലേക്ക് വരണം. കാരണം ലീഡർക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് വിഷ്വലൈസ് ചെയ്യലാണ്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. തന്റെ കമ്പനി, തന്റെ പ്രസ്ഥാനം എവിടെ എത്തിച്ചേരുമെന്നൊക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ പഴയ ഇടുങ്ങിയ ചിന്ത മാറി പുതിയൊരു ചിന്തയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ലീഡറായി ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഫൈൻഡ് ഔട്ട് ദ വൈ. എന്തിനാണ് ഞാൻ ഈ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്? എന്താണ് എന്റെ ഈ ഗോൾ? ഈ ബിഗ് തിങ്കിങ്ങിലൂടെ നേടിയെടുക്കാൻ പോകുന്നതിന്റെ വൈ ഷുഡ് ഐ അച്ചീവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ വൈ എന്താണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്റെ ലക്ഷ്യം എന്താണ്? ഈ വിഷ്വലൈസിലൂടെ എന്റെ കമ്പനി ഞാൻ ഏത് തലത്തിലേക്കാണ് ഉയർത്താൻ പോകുന്നത്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സിന് ഇതിലൂടെ എന്തൊക്കെ കരിയർ ഡെവലപ്മെന്റ് ആണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിന്റെ വൈ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നാളെ നിങ്ങളെ കൂടെ ടീമും നിങ്ങൾ ഈ ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവരും ചോദിക്കും വൈ ഷുഡ് ഐ അച്ചീവ് ഇറ്റ്? ഇത് അച്ചീവ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുള്ള ചോദ്യം അവരുടെ ഭാഗത്ത് വരും. അപ്പൊ അതിനൊരു ക്ലാരിറ്റി നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വൈ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കാൻ പറ്റണം. ഈ ലീഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ വിഷ്വലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ടീമിന്റെ അടുത്ത് നമ്മൾ പോയി പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഓർഡറിലായിരിക്കണം പറയേണ്ടത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. കാരണം കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുള്ള നിങ്ങളെ സ്റ്റാഫിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റാഫിനും അവർ കൊടുക്കാൻ പോകുന്ന ടാസ്കുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അവർ ചെയ്യുന്ന അച്ചീവ്മെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വെക്കുന്ന നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നോ അതിന്റെ ഡെഡ് ലൈൻ എന്താണെന്നോ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാം. കൃത്യമായി പറഞ്ഞു കൊടുത്തെങ്കിലാണ് അവർക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വാട്ട് ഷുഡ് ഐ ഡു എന്ന് നേരത്തെ ചോദിച്ചാൽ വൈ ഷുഡ് ഐ ഡു എന്നുള്ളതിന്റെ കൃത്യമായ ആൻസറും അതെങ്ങനെ ചെയ്യണമെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. മറ്റൊരു കാര്യം, ലീഡർ നല്ലൊരു ലിസണർ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളും അവർ തമ്മിലുള്ള ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കാം. കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനും എന്ത് സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു എക്സസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. എങ്കിലേ അവർക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സംശയങ്ങളും കാര്യങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളടുത്ത് കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു ബോണ്ടിങ് വരുമ്പോഴാണ് അവർക്കും ഒരു ഫീൽ ഉണ്ടാവുക. അതായത് നിങ്ങൾ അവരെ കൂടെ ഉണ്ട് എന്ന്, നിങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്നുണ്ടെന്നുള്ള ബോണ്ടിങ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഏത് ടാസ്കും അച്ചീവ് ചെയ്തു വരാൻ അവർക്ക് പറ്റും. അത് അവരെ മോട്ടിവേറ്റ് ചെയ്യും. അത്തരത്തിൽ അവർക്കും അവരെ കരിയറിലൂടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഒരു ലീഡറായി തീരുമ്പോൾ നമ്മുടെ മാനേജർ പോസ്റ്റിൽ നിന്ന് ഒരു ലീഡർ പോസ്റ്റിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ചിലതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.